തൂലിക. എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു. നിർവഹണം സ്വപ്ന രാജേഷ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. തൂലികയുടെ മറ്റൊരധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. എഴുത്തുകാരൻ പാറാനി ബിജുവുമായുള്ള അഭിമുഖം ഈ അധ്യായത്തിലും തുടരുകയാണ്. ഉപ്പ് കൂടിയാലും കുറഞ്ഞാലും അരോചകമാണ് എന്നതുപോലെ തന്നെയാണ് ജീവിതവും എന്ന് ആദ്യ കവിതാ സമാഹാരമായ ഉപ്പ് തരികളിൽ അദ്ദേഹം പറഞ്ഞുവെക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു സാധാരണയിലും താഴെയുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സങ്കടം എന്താണ്, സന്തോഷം എന്താണ്, ദാരിദ്ര്യം അങ്ങനെ അനുഭവിച്ചിട്ടില്ലെങ്കിലും അന്നു വേണ്ടുന്ന ആഹാരം തരുന്ന ഒരു കുടുംബം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കവിതകളിലൂടെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം ഒരു കവിത ഞാൻ ചൊല്ലാം. പാഠം 1. ചിലപ്പോൾ നീയും ഓർക്കുന്നുണ്ടാകും, കണ്ണീർ കൊണ്ട് പുറം മിനുക്കി ഉച്ചവരെ വയറെരിയുന്ന എൻ്റെ ചോറ്റുപാത്രം. കണ്ണീർ കൊണ്ട് പുറം മിനുക്കി ഉച്ചവരെ വയറെരിയുന്ന എൻ്റെ ചോറ്റുപാത്രം. വറുതിയുടെ വിശാലമായ ഭൂപടം വരച്ചു കാട്ടിയ മൂടുകീറിയ വള്ളിനിക്കർ. വറുതിയുടെ വിശാലമായ ഭൂപടം വരച്ചു കാട്ടിയ മൂടുകീറിയ വള്ളിനിക്കർ. വള്ളി പൊട്ടിയ ചെരുപ്പിനടിയിൽ കുരുക്കിട്ട സൂചി സ്കൂളിലേക്കുള്ള വഴി പറഞ്ഞു തരുന്നത്. വള്ളി പൊട്ടിയ ചെരുപ്പിനടിയിൽ കുരുക്കിട്ട മുട്ടുസൂചി സ്കൂളിലേക്കുള്ള വഴി പറഞ്ഞു തരുന്നത്. തിരിച്ചു വരുമ്പോൾ നീ കണ്ടിരിക്കും, കുഞ്ഞി സിസ്റ്ററിൻ്റെ കാരുണ്യത്താൽ പെങ്ങൾക്ക് വേണ്ടി ചോറ്റുപാത്രത്തിൽ പകുതി നിറച്ച ഉപ്പുമാവ്. കുഞ്ഞി സിസ്റ്ററിൻ്റെ കാരുണ്യത്താൽ പെങ്ങൾക്ക് വേണ്ടി ചോറ്റുപാത്രത്തിൽ പകുതി നിറച്ച ഉപ്പുമാവ്. സത്യത്തിൽ ഇതെല്ലാം എങ്ങനെ നീ മറക്കും? സത്യത്തിൽ ഇതെല്ലാം എങ്ങനെ നീ മറക്കും? ഒരേ ജീവിതത്തിൻ്റെ വേരുകളിലൂടെയാണല്ലോ നമ്മൾ രണ്ടുപേരും സ്കൂളിലേക്കുള്ള വഴി തേടിപ്പോയത്. ഒരേ ജീവിതത്തിൻ്റെ വേരുകളിലൂടെയാണല്ലോ നമ്മൾ രണ്ടുപേരും സ്കൂളിലേക്കുള്ള വഴി തേടിപ്പോയത്. ഇതാണ് പാഠം 1 എന്നാണ് ഈ കവിതയുടെ പേര്. അതുപോലെ ഏതുതരം എഴുത്തുകളാണ് കൂടുതൽ കൈകാര്യം ചെയ്തു വരുന്നത്? കവിതകളാണോ അല്ലെങ്കിൽ കഥകൾ, നോവലുകൾ? അങ്ങനെ നോക്കുമ്പോൾ ഈ കവിത എഴുതി തുടങ്ങിയത്, കവിത എഴുതുമായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്. +2 പഠിക്കുന്ന സമയത്ത് കവിതാരചനാ മത്സരത്തിലൊക്കെ പങ്കെടുത്ത് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊരു അന്ന് ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വെറുതെ എഴുതുന്നതാണല്ലോ. മത്സരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മത്സരിച്ച് നമുക്കറിയാതെ സമ്മാനം കിട്ടിപ്പോയതാണത്. പക്ഷേ പൊതുവേ ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് എഴുത്തുവഴിയിനേക്കാളും കൂടുതൽ ഞാനൊരു കലാകാരനായിരുന്നു എന്ന് വേണമെങ്കിലാണ് എനിക്ക് പറയാൻ കഴിയുക. ഞാൻ സ്കൂൾ ജീവിതത്തിൽ നാടകം, പ്രസംഗം അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ച ഒരാളാണ്. ബാലജനസഖ്യം, മെഷീൻ ലീഗ്, അങ്ങനെയുള്ള പിന്നെ ഒരു പ്രായം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ YMCA, ഹൈവേ, യൂണിവൈ, പിന്നെ ഫാർമേഴ്സ് റിലീഫ് ഫോറം, അങ്ങനെയുള്ള ഇതിലൂടെ എൻ്റെ ഒരു മേഖല പണ്ട് പ്രസംഗമായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ നമ്മൾ ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിതമായി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ പുറകെ പോകാൻ പറ്റാതായി കഴിഞ്ഞപ്പോൾ നമ്മൾ നിന്നുപോയി. എല്ലാവർക്കും ഒരു ഇടവേളകളുണ്ടല്ലോ. എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. മാറ്റുലിയെക്കുറിച്ച് ഒരു 27ാമത്തെ വയസ്സിൽ എടുത്തു നിന്നു പോയായിരുന്നു. പിന്നെ ഒരു 10 വർഷക്കാലം ആരും അറിയാതെ ഒരു സൈഡിൽ അങ്ങനെ ജീവിച്ചു പോയ ആളാണ്. ഒരു കാലത്ത് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഈ മാറ്റുലിയിലെ പ്രിയങ്കരനായ റെനീഷ് അരിപ്പള്ളി അദ്ദേഹം എന്നെ കണ്ടെത്തുകയും എന്നെ വിളിച്ച് എൻ്റെ വർത്തമാനങ്ങളും തമാശകളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ മാറ്റുലിയിൽ ഒരു പ്രോഗ്രാം മാഷിനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനങ്ങനെ ഒന്നും ഇപ്പോൾ ഉള്ള പ്രോഗ്രാമുകളൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ നിർബന്ധിച്ച് അങ്ങനെ ഞാനൊരു പ്രോഗ്രാം എഴുതി ഞാനിവിടെ ഇവിടെ കൊണ്ട് കൊടുത്തു. അത് ഒരു അച്ഛനും മോളും തമ്മിലുള്ള രസകരമായ വർത്തമാനത്തിലൂടെ ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. ആ പ്രോഗ്രാം അത് അന്നൊരു വെറുതെ ഒറ്റ സ്ക്രിപ്റ്റായിരുന്നു. അന്ന് ഒന്ന് മാത്രം ചെയ്യേണ്ട. പക്ഷേ അത് നമ്മുടെ അച്ഛനെ ഇഷ്ടപ്പെടുകയും അതൊരു തുടർച്ചയായിട്ട് അതേ പ്രോഗ്രാം പോലെ അതിൻ്റെ ബോർഡിലും അതിന് വിഷയങ്ങൾ മാറിക്കൊണ്ട് ആ പ്രോഗ്രാം പിന്നെ തുടർച്ചയായിട്ട് 5 വർഷക്കാലം റേഡിയോ മാറ്റുലിയിൽ സോനയും പപ്പയും എന്ന പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ളൊരു അവസരം കിട്ടി. അങ്ങനെയാണ് പിന്നെ എഴുതാനുള്ളൊരു ചിന്ത അങ്ങനെയാണ് തുടങ്ങിയത്. ജീവിത അനുഭവങ്ങളെ പറ്റി പറയുമ്പോൾ തീർച്ചയായും റേഡിയോ മാറ്റുലിനെ തീർച്ചയായും അത് തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വിളിച്ചപ്പോൾ വീണ്ടും നമ്മൾ ഇവിടെ വരുന്നത്. കാരണം നമുക്ക് ഒരു
ഏതെങ്കിലും ഒരു വഴിയിലൊരു ഒന്നാം പടിയിൽ നിന്ന് രണ്ടാം പടിയിലോട്ട് നമ്മൾ കയറുന്നു, അല്ലാതെ ഒന്നാം പടിയിൽ നിന്നും നമുക്ക് 18ാം പടിയിലോട്ട് നമുക്ക് കയറാൻ കഴിയില്ല, നമുക്ക് ഭഗവാനെ കാണാൻ കഴിയില്ല. ഒന്നാം പടിയിൽ നിന്ന് നേരെ 18ാം പടിയിലോട്ട് കയറിയിട്ട് നമുക്ക് ഭഗവാനെ കാണാൻ കഴിയില്ല. ഒന്നാം പടി കയറി, രണ്ടാം പടി കയറി, അങ്ങനെയാണ് ഓരോ ചവിട്ടുപടികൾ അങ്ങനെയാണ്. അപ്പോൾ അതിലൊരു വലിയൊരു ചവിട്ടുപടിയാണ് റേഡിയോ മാറ്റിലി എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെനിക്ക് പറയേണ്ടി വരും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എങ്ങനെയായാലും എന്തായാലും അടയാളപ്പെടുത്തൽ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം കാണുന്ന കാഴ്ചകൾ മറ്റുള്ളവർ കാണുന്ന കാഴ്ചകളിലൂടെ ആയിരിക്കുമല്ലോ ഒരു എഴുതുന്ന ഒരാൾ ആ കാഴ്ചകളെ ചിലപ്പോൾ കാണുക. ചിലപ്പോൾ ആ കാഴ്ചകൾ, ആ എഴുതുന്ന കാഴ്ചകളെ ചിലപ്പോൾ അതിനോട് വിയോജിപ്പുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ അതിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ എഴുതിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എഴുതി കഴിഞ്ഞതിന് ശേഷം അത് ഒരു പൊതു സമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ അത് വായനക്കാർക്ക് മുമ്പിൽ കവിത ഇട്ടുകൊടുക്കുകയാണ്. പിന്നെ അതിനെ അടയാളപ്പെടുത്തുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്യേണ്ടത് വായനക്കാരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ ഇതുവരെ എൻ്റെ എഴുതിയ ഒരു കവിതയും ഞാൻ മറ്റുള്ളവർ പറഞ്ഞിട്ട് മാറ്റേണ്ട ഒരു അവസരം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടില്ല. ഇനി അത് അങ്ങനെ എഴുതിയത് തന്നെ മറ്റുള്ളവർ പറഞ്ഞാലും ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്ന ഒരാളുമല്ല. പൊതുവേ ഞാനൊരു സ്വതന്ത്ര ചിന്താഗതിയോടുകൂടി എഴുതുന്ന ഒരാളാണ്. എനിക്കൊരു ഏകമായ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ സാമൂഹിക അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെ എഴുതുന്ന ഒരാളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി, അടയാളപ്പെടുത്തലിന് വേണ്ടി ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനെ പല കാര്യത്തിലും പലരും അത് അങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാലും ഞാനത് എൻ്റെ അടയാളപ്പെടുത്തലുകളായിട്ട് ഞാനത് നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അവരോട് സ്നേഹത്തോടെ പറയും, ഇത് എൻ്റേതാണ് ഈ കവിത, അപ്പോൾ അതുകൊണ്ട് വായിക്കുക, ഇഷ്ടപ്പെടുക. ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം എതിരഭിപ്രായം പറഞ്ഞാലും എനിക്കൊരു വിഷയമുള്ള ആളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കവിതകൾ ഇഷ്ടമായിട്ട് നമ്മുടെ ഒരു മക്കളെപ്പോലെ ഞാൻ നമ്മുടെ മക്കളാണ് എൻ്റെ കവിതകൾ എന്ന് എനിക്ക് പറയേണ്ടി വരും. ഈ പുതിയ ലോകം എന്ന് പറയുന്നത് തിരക്കുകളുള്ള ലോകമാണ്. പണ്ടത്തെ പോലെയല്ല. പണ്ട് നമ്മളെ മാതാപിതാക്കളെയും അവരെയും ഇവരെയൊക്കെ അവരെ അടുത്ത് നിൽക്കാനും കൂട്ടി യോജിപ്പിക്കാനൊക്കെ ഉള്ള ഒരു കാലമുണ്ട്. ഇപ്പോഴും ഇല്ല എന്നല്ല പറയുന്നത്. തീർച്ചയായും പഴയ കാലഘട്ടത്തിൽ നിന്ന് കുറച്ചുകൂടെ മാറിപ്പോയി എന്നുള്ളതാണ്. കാരണം ഇന്ന് സത്യത്തിൽ കേരളം മൊത്തത്തിലൊരു അനാഥാലയമായിട്ട്, വൃത്തമന്ദിരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെയുള്ള മക്കളെല്ലാം പഠിച്ച് പുതിയ സാധ്യതകൾ തേടി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അകത്ത് പ്രായമുള്ളവരും സത്യം പറഞ്ഞാൽ അതിഥി തൊഴിലാളികളും മാതാപിതാക്കന്മാരും മാത്രമുള്ളൊരു സമൂഹമായിട്ട് കേരളം മാറുമോ എന്നുള്ളൊരു സംശയം നമ്മൾ നിലനിൽക്കുന്നു. മക്കളെല്ലാം പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ്. നമുക്കെല്ലാം തിരക്കുകളാണ്. കൊണ്ട് ഇതെല്ലാം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഓടുന്നത് എന്നുള്ളത് അതൊരു മറ്റുള്ളൊരു ചോദ്യമാണ്. സത്യത്തിൽ പ്രകൃതി നമുക്ക് അല്ലെങ്കിൽ ഈശ്വരൻ നമുക്ക് പറഞ്ഞു വെക്കുന്നത് ജീവിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കൂട്ടിവെക്കുക എന്നുള്ളതിനെക്കുറിച്ചല്ല നമ്മൾ പ്രകൃതി നമ്മളോട് പറയുന്നത്, ഈശ്വരൻ എന്നൊക്കെ പറയുന്നത്. അത് മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാവർക്കും. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ലോകത്തിലെ എല്ലാ ഭക്ഷ്യ വിഭവങ്ങളും ഈക്വലായിട്ട് കൊടുക്കാനാണെങ്കിൽ അതും കഴിഞ്ഞിട്ട് ഇരട്ടി ബാക്കിയുണ്ടാവും. പക്ഷേ ഇത് ചിലവരുടെ കയ്യിലോട്ട് വന്നുകൊണ്ട് കുറേ രാജ്യങ്ങൾ സമ്പന്നമാകുന്നു, കുറേ ആൾക്കാർ പട്ടിണിയിലോട്ട് പോകുന്നു. അപ്പോൾ അതൊരു ഒരു ഇല്ലായ്മയാണ് നമ്മുടെ പൊതുവെ നമ്മൾ സംബന്ധിച്ചുകൊണ്ട്. പക്ഷേ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ ആർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് പങ്കുവെക്കലിൻ്റെ പ്രശ്നം വരുമ്പോഴാണ് ഇതിൻ്റെ ഈ ജീവനും ജീവിതവും അടയാളപ്പെടുന്നത്. ഇപ്പം തന്നെ നമുക്ക് യുദ്ധങ്ങളുണ്ടാകുന്നു. പല നമ്മുടെ രാജ്യത്തായാലും അല്ലെങ്കിൽ പുറത്തായാലും പലതും മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ പേരിൽ, അതിർത്തികളുടെ പേരിലൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ സാധ്യതകൾ, ഇതിൻ്റെ എല്ലാം എല്ലാ യുദ്ധങ്ങളും ഉണ്ടാക്കുന്നത് സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. യുദ്ധങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്, സമാധാനം ഉണ്ടാകുന്നത്. പക്ഷേ ഈ സമാധാനം കെടുത്തിക്കൊണ്ട് ഈ യുദ്ധങ്ങളെല്ലാം നശിപ്പിക്കുന്നത് അമ്മമാരെയാണ്, സ്ത്രീകളെയാണ്, കുഞ്ഞുങ്ങളെയാണ്. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും ഭൂമിയിൽ ജീവിച്ചിരിക്കുക എന്നുള്ള ഒരു അർഹതയുണ്ട്. പക്ഷേ അത് മതത്തിൻ്റെ പേരിൽ, രാഷ്ട്രത്തിൻ്റെ പേരിൽ ഇതൊക്കെയായിട്ട് അതിനെ കൊന്നൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഇത്ര പേര് മരിച്ചു. ഇപ്പോൾ അതിൻ്റെ എണ്ണത്തിൽ നമുക്ക് പേടിപ്പെടുത്തലുകളില്ലാതായി മാറി. നമ്മൾ ആദ്യമേ വയനാട്ടിലാണെങ്കിൽ തന്നെ ആദ്യത്തെ കൊറോണ വന്നു. ആദ്യത്തെ കൊറോണ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. അതിന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ
മരണം വയനാട്ടിൽ നടന്നു. ഈ ഒരു കൊറോണയിൽ നിന്ന് പോയിട്ട് അവസാനം 1000-ന് മേലെ കൊറോണ വയനാട്ടിലുണ്ടായി. അപ്പോൾ എണ്ണം കൂടി, അതൊരു കാഴ്ചകളുടെ ഡെയിലി നിരന്തരമായ വാർത്തകളായി മാറുമ്പോൾ ആ വാർത്തകളല്ലാതായി മാറും. അതാണ്. അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ കെട്ടി, നമ്മൾ റോഡുകളിലെല്ലാം കയറിട്ട് കെട്ടി, നമ്മൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നോക്കി, നമ്മൾ വാക്സിൻ അടിച്ചതാണോ എന്നൊക്കെ നോക്കിയിട്ടല്ലേ നമ്മൾ പുറത്ത് വിട്ടുകൊണ്ടിരുന്നത്. നമ്മൾ എന്തുമാത്രം പേടിച്ചു പോയി. ഇതിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ അത് നമ്മൾ കൊറോണ വന്ന് നമ്മൾ ഇതെങ്ങനെയാകും എന്നുള്ളതിനെ ചിന്തിക്കും. പിന്നീട് അതൊരു സ്ഥിരം വാർത്തയായി മാറിയപ്പോൾ ഇതൊരു പ്രശ്നമല്ലാതായി മാറി. അതാണ് എപ്പോഴും എവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നു, പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്നു. ആദ്യമേ നമ്മളിത് കാണുമ്പോൾ ആദ്യത്തെ ദിവസം ബോംബിട്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇത് ഇപ്പോൾ എന്താ സംഭവിച്ചു? ഓരോ ദിവസം മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം, അമ്മമാരുടെ എണ്ണം, അല്ലെങ്കിൽ സൈനികരുടെ എണ്ണത്തിൻ്റെ കണക്ക് പോലും നമുക്കറിയില്ല. നമ്മൾ വാർത്തകളല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തിൽ എന്തുകൊണ്ടാണ്? നമ്മൾ തിരക്ക് പിടിക്കുന്നവരായതുകൊണ്ടാണ്, നമ്മൾ തിരക്കിൻ്റെ പുറകെ പോകുന്നവരായതുകൊണ്ടാണ്. ആ തിരക്കിനെക്കുറിച്ച് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ ആ കവിത. തിരക്കൊഴിയുമ്പോൾ തിരക്കുകൾക്കിടയിൽ നാമൊന്ന് തിരക്കണം നമ്മളെ തന്നെ. തിരക്കുകൾക്കിടയിൽ നാമൊന്ന് തിരക്കണം നമ്മളെ തന്നെ. തിരക്കിനിടയിൽ തിരക്കാതെ പോയ സൂത്രവാക്യങ്ങൾ കാണാം. തിരക്കിനിടയിൽ തിരക്കാതെ പോയ സൂത്രവാക്യങ്ങൾ കാണാം. സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ, ജീവിതത്തിൻ്റെ പിറക്കാതെ കൊഴിഞ്ഞ പൂക്കൾ കാണാം. സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ, ജീവിതത്തിൻ്റെ പിറക്കാതെ കൊഴിഞ്ഞ പൂക്കൾ കാണാം. അവസാനം നാം നമ്മോട് തന്നെ തിരക്കൊഴിയുമ്പോൾ തിരക്കണം. അവസാനം നാം നമ്മോട് തന്നെ തിരക്കൊഴിയുമ്പോൾ തിരക്കണം. എല്ലാം മറന്നൊന്ന് കരയാൻ കഴിയുന്ന കണ്ണുനീരിൻ്റെ സൂത്രവാക്യം തിരക്കിയോ എന്ന്. എല്ലാം മറന്നൊന്ന് കരയാൻ കഴിയുന്ന കണ്ണുനീരിൻ്റെ സൂത്രവാക്യം തിരക്കിയോ എന്ന്. അടുത്ത രചനകൾ ഏതെങ്കിലും ഒരുങ്ങിയിട്ടുണ്ടോ ബിജുവേട്ടാ? ഇത് ഉടനെ ആയതുകൊണ്ട് നിലവില് 64 കവിതകളുടെ സമാഹാരമാണ് ഉപ്പുതരികൾ എന്ന് പറയുന്ന കവിതാ സമാഹാരം. ഏതാണ്ട് നിലവില് വലിയ കുഴപ്പമില്ലാത്ത ഒരു 300ഓളം കവിതകൾ കൈവശമുണ്ട്. അതില് മാറ്റിവെച്ചേക്കുന്ന കവിതകൾ മോശമായതുകൊണ്ട് മാറ്റിവെച്ചതല്ല, ഇതിൻ്റെ അകത്ത് 64 കൂടുതൽ പെടാത്തത് കൊണ്ട് മാറ്റിവെച്ചേക്കുന്നതാണ്. അപ്പോൾ വീണ്ടും സാഹചര്യവും സന്ദർഭം ഉണ്ടെങ്കിൽ അടുത്തൊരു അവസ്ഥ ആക്കണം എന്നുള്ളതുണ്ട്. അതുമാത്രമല്ല, സ്നേഹത്തോടെ പറയട്ടെ, റേഡിയോ മാറ്റുലിയിൽ ഞാൻ ചെയ്ത സോനയും പപ്പയും എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊരു സ്ക്രിപ്റ്റായിരുന്നു, എഴുതിയ സ്ക്രിപ്റ്റാണ്. അത് തന്നെ ഒരു 10 പുസ്തകത്തിൻ്റെ അടുത്ത് വേണമെങ്കിൽ ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റുകൾ കൈവശമുണ്ട്. കുറേ പേർക്കെങ്കിലും അറിയാമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് പേരുടെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചതാണ് സോനയും പപ്പയും എന്നുള്ളത്. എഴുത്തുപെട്ടിയിലൊക്കെ കൂടുതൽ നമ്മളെക്കുറിച്ച് ഇങ്ങനെ എഴുത്തും പരിപാടിയെ കുറിച്ച് അതിൽ വന്നുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാമാണ്. അതെ. അപ്പം എന്താണ് പറയാ, പിന്നെ എഴുത്തിലാണെങ്കിലും ഇപ്പം സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണെങ്കിലും എല്ലാത്തിലും അതിൻ്റെ ഒരു ബിജുവേട്ടൻ്റെ ഒരു അടയാളപ്പെടുത്തലുണ്ട് എന്നുള്ളതാണ്. ആ ക്രിയേറ്റിവിറ്റി തന്നെയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും കുടുംബത്തിനെ പറ്റി കൂടി ഒന്ന് പറയാമോ? ഞാൻ ജനനം കൊണ്ട് നടവേലുകാരനാണ്. പഠിച്ചതും ഒക്കെ നടവേലിലാണ്. ഇപ്പോൾ ഞാൻ മാനന്തവാടി കണിയാരത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്, നടവേലിലാണുള്ളത്. ഭാര്യയുടെ പേര് ആലീസ് ബിജു എന്നാണ്. മോളുടെ പേര് സോന ആനി പോൾ. മോൻ ബെൻ അലൻസ് പോൾ. മോള് CMA ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ ഒരു കോഴ്സ് എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മോൻ ഇവിടെ ധാരക സെക്രട്ടേറിയറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പഠിക്കുന്നു. അതാണ് കുടുംബ ചരിത്രം. പിന്നെ എനിക്ക് 3 സഹോദരങ്ങളാണുള്ളത്. ചേച്ചി നടവേലിലാണുള്ളത്, ലവ്ലി ജേക്കബ് പള്ളിപ്പാടൻ. പിന്നെ ചേട്ടൻ വൈദികനാണ്. അദ്ദേഹം ധാരക സെക്രട്ടേറിയറ്റ് ഹൈസ്കൂളിൽ മലയാളം +2 അധ്യാപകൻ കൂടിയാണ്. അനുജനും സെക്രട്ടേറിയറ്റ് ഹൈസ്കൂളിൽ അധ്യാപകനാണ്. ഇതാണ് കുടുംബത്തിനെ പറ്റി പറയാൻ. അതെ, സന്തോഷം. എന്തായാലും ഞാനത് ശ്രദ്ധിക്കുകയായിരുന്നു. ആദ്യമേ തന്നെ ബിജുവേട്ടൻ്റെ പുസ്തക പ്രകാശനത്തിൻ്റെ അന്ന് അമ്മയാണ് അത് ഏറ്റുവാങ്ങിയതെന്ന് പറഞ്ഞപ്പോൾ തന്നെ കുടുംബത്തിനും ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെറുതെ എഴുതി വിട്ടിട്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് എഴുതിയിട്ട് കാര്യമില്ല. ഞാൻ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാലല്ലേ മറ്റുള്ളവരോട് അത് നീയും അങ്ങനെ ആയിരിക്കണം എന്ന് പറയാൻ
പറയാൻ കഴിയുള്ളൂ. അതെ. എന്താ വെച്ചാൽ എല്ലാ കാര്യത്തിലും നമ്മൾ പെർഫെക്റ്റായ ഒരു വ്യക്തി എന്നുള്ള രീതിയിലല്ല. പക്ഷേ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം മാതാപിതാ ഗുരുദൈവം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. മാതാപിതാക്കളോട് വളരെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. എന്നോട് പലരും അങ്ങനെയല്ല, പലരും ചോദിച്ചാൽ അത് ഈ പുസ്തക പ്രകാശനം ചെയ്യുന്നത് എഴുത്തുകാരല്ലേ, പ്രകാശനം ചെയ്യുന്നത് ഏറ്റുവാങ്ങുന്നത്, അങ്ങനെയാണ് സാധാരണ ഒരു നാട്ടുനടപ്പ് നാട്ടുനടപ്പ് അങ്ങനെയാണ്. പക്ഷെ ഞാനതിന് വിഭിന്നമായിട്ട് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളെ അത്രമാത്രം കഷ്ടപ്പെട്ട് വളർത്തിയ ഒരമ്മ, അമ്മയെ അത്രമാത്രം വിദ്യാഭ്യാസമില്ലാത്ത ഒരമ്മ, ആ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരമ്മയുടെ മകനായിട്ട് ജനിച്ച് അപ്പോൾ അമ്മേനെ നമുക്ക് ഒരു വേദിയിൽ അടയാളപ്പെടുത്താൻ കഴിയുക എന്നത് അതൊരു വലിയ കാര്യം. തൊണ്ടയിടറി കണ്ണു നിറഞ്ഞു. ഒത്തിരി സന്തോഷം. വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം റേഡിയോ മാറ്റിലി കുടുംബത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുന്നു. നന്ദി പറയുന്നു. എഴുത്ത് വഴിയിൽ എല്ലാവരും എനിക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നന്നായിട്ട് വായിക്കുക. നന്നായിട്ട് വായിച്ച് നമുക്ക് അറിവുള്ളവരായി തീരുക. ഒരു പൊതുവെ അക്കാദമിക് വിവരത്തെക്കാൾ ഉപരി മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്ന, അതുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന മാനുഷിക മൂല്യമുള്ള ഒരു തലമുറ ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുക. എല്ലാവരിലും കവിതയുണ്ട്, അടയാളപ്പെടുത്തുന്ന കവിതകളാണ്. ആ കവിതകളെ പുറത്തേക്കെടുത്ത് പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ്. കവിതയില്ലാത്ത ആരുമില്ല, ലോകത്തിൽ കവിതയില്ലാത്ത ആരുമില്ല. അത് എങ്ങനെ അടയാളപ്പെടുത്തുന്നു, എഴുതാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ആ കഴിവുണ്ട്. കുഞ്ഞുങ്ങൾ ഇപ്പോൾ തന്നെ ഒരു പുസ്തകം എടുക്കുക, നോട്ട് ബുക്ക് എടുക്കുക, വെറുതെ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുക. അങ്ങനെ എഴുതി ഒരു എഴുത്തുകാരായി മാറാനുള്ള ഒരു അവസരം തീർച്ചയായിട്ടും നമുക്കുണ്ടാകും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് നല്ല പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കുക. അങ്ങനെ വായിച്ച് കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ ചെയ്യേണ്ടതാണ്, നല്ല പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കുക. അങ്ങനെ വായിച്ച് വളരട്ടെ, മനുഷ്യത്വമുള്ളവരായി തീരട്ടെ എന്നുള്ളതാണ്. അങ്ങനെ കവിത്വമുള്ളവരായി തീരട്ടെ, കവിത തുളുമ്പുന്നവരായി തീരട്ടെ. ഹൃദയത്തിലും മനസ്സിലും ജീവിതത്തിലും കവിതകൾ നിറയുന്നവരാകട്ടെ. സ്നേഹത്തിൻ്റെ, പ്രതീക്ഷയുടെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ നിറകുടങ്ങളായിട്ട് എല്ലാവരും മാറട്ടെ. വീണ്ടും കവിത എഴുതാൻ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പാറാനി വിജു. താങ്ക് യു. കണിയാരം സ്വദേശിയും എഴുത്തുകാരനുമായ പാറാനി ബിജുവുമായുള്ള അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തൂലികയുടെ അടുത്ത അധ്യായത്തിൽ പുതിയൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, സ്നേഹം. നിർവഹണം സ്വപ്ന രാജേഷ്. തൂലിക എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു.